നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമേലി തെക്ക് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എരുമേലി ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. ഇടുക്കി ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ അംഗനവാടി കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്കൂൾ കെട്ടിടങ്ങളോട് ചേർന്ന് വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശം. അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും മന്ത്രി. കേരള വിഷൻ ഡിസ്ട്രിബ്യൂട്ടർമാരിൽ കോട്ടയം KCCDL ദൃശ്യ ഒന്നാമത്. ദൃശ്യ ഡയറക്ടേഴ്സിനെയും ജീവനക്കാരെയും അഭിനന്ദിച്ച് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കഥകളി ആസ്വാദകരുടെ മനം നിറച്ച 3 സ്ത്രീകളുടെ അരങ്ങേറ്റം. സഹോദരിമാർ ഉൾപ്പെടെ 3 പേർ അരങ്ങിലെത്തിയത് കഥകളി സ്ത്രീപക്ഷ ചിന്തകൾക്ക് നിറം പകർന്ന്. വാർത്തകൾ വിശദമായി. ലയൺസ് ക്ലബ്ബ് ഓഫ് വൈക്കം ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വൈക്കം വലിയ കവലയിലെ ട്രാഫിക് ഐലൻഡിൽ ക്രമീകരിച്ച ഐ ലവ് വൈക്കം പ്രൊജക്ട് CK ആശ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കിപ്പോൾ വൈക്കത്തേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു മാറ്റം അനുഭവിക്കുന്നുണ്ട്. വളരെ കാലമായി ഇവിടെ ഇത്തരത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടക്കണം എന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആഗ്രഹിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ കോൺഫറൻസ് ഹാളിൽ തന്നെ കളക്ടറും കൂടി വന്ന ഒരു മീറ്റിംഗ് ഇതിനു മുൻപ് നടക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അതൊന്ന് നടക്കാതെ പോയി. ഇപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിലും ഒരുപടി മുന്നിൽ ലയൺസ് ക്ലബ്ബ് ആ ഒരു ആഗ്രഹം വൈക്കത്തുകാർക്ക് വേണ്ടി ഇവിടെ സാധിച്ചു തന്നതിലുള്ള വൈക്കംകാർക്ക് വേണ്ടിയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസിഡന്റ് P. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ വർഷത്തെ ഭവന നിർമ്മാണം, സ്കൂൾ വാട്ടർ പ്യൂരിഫയർ, ഡയാലിസിസ് കിറ്റ്, ഡയബറ്റിക് കാർഡ്, സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കണ്ണട തുടങ്ങിയ ലയൺസ് ക്ലബിന്റെ പ്രൊജക്ടുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. കൂടാതെ ലയൺസ് ക്ലബ് വൈക്കം ഈ വർഷം ഫുഡ് കിറ്റുകൾ, അഡൽട്ട് ഡയപ്പർ, ഔഷധക്കഞ്ഞി, ഓണക്കിറ്റുകൾ തുടങ്ങി നിരവധി പരിപാടികൾ നടത്തി. നഗരസഭ അധ്യക്ഷ പ്രീത രാജേഷ്, ഉപാധ്യക്ഷൻ PT സുഭാഷ്, കൗൺസിലർമാരായ B. ചന്ദ്രശേഖരൻ, B. രാജശേഖരൻ, KB. ഗിരിജകുമാരി, ലേഖ ശ്രീകുമാർ, ലയൺസ് ക്ലബ് സെക്രട്ടറി PN രാധാകൃഷ്ണൻ നായർ, റീജിയണൽ ചെയർമാൻ മാത്യു കോലാടിച്ചിറ, ജോബി കുര്യൻ, ബൈജു മാണി, സുജിത് മോഹൻ, K. മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ഡിസ്ട്രിബ്യൂട്ടർമാരിൽ ഏറ്റവും മികച്ച ഡിസ്ട്രിബ്യൂട്ടറായി കോട്ടയത്തെ KCCDL ദൃശ്യയെ തെരഞ്ഞെടുത്തു. KCCDL ദൃശ്യയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാനായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TV നെറ്റ്വർക്കിൻ്റെ ഉടമയാണ് കേരള വിഷൻ. കേരള വിഷൻ്റെ 18ാമത് സംരംഭക കൂട്ടായ്മ ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് കേരള വിഷൻ്റെ 28 ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്നും എല്ലാ അർത്ഥത്തിലും മികച്ച നിലവാരം പുലർത്തുന്ന ഡിസ്ട്രിബ്യൂട്ടറെ ഇന്നലെ തിരഞ്ഞെടുത്തു. അതിനർഹമായത് കോട്ടയം ജില്ലയിലെ കോട്ടയം കേബിൾ ചാനൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ദൃശ്യയാണ്. വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടാണ് കേരള വിഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരെ പരിഗണിക്കുക. അതിലൊന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് ദൃശ്യ അതിൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റർമാർക്കുള്ള സേവനം, ഉപഭോക്തൃമാർക്കുള്ള സേവനം, അതുപോലെ തന്നെ കൺട്രോൾ റൂം, ഓഫീസ്, മറ്റ് സംവിധാനങ്ങൾ, വാർത്താ ചാനൽ അടക്കം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഏതൊക്കെ മികച്ച നിലവാരത്തിലാണോ നടത്തേണ്ടത് ആ എല്ലാ തരത്തിലുമുള്ള നിലവാരം കാത്തുസൂക്ഷിക്കാൻ ദൃശ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും കോട്ടയം ജില്ലക്കാരെന്നുള്ള നിലയ്ക്കും ഈ കമ്പനിയുടെ തുടക്കം മുതൽ 10 വർഷക്കാലം അതിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്തിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കമ്പനിയുടെ നിലവിലുള്ള ഡയറക്ട് ബോർഡ് അംഗങ്ങൾ, ചെയർമാൻ പ്രിയപ്പെട്ട PSCB, മാനേജിംഗ് ഡയറക്ടർ ജോജി,
മുൻ ഡയറക്ടർ നവാസ്, സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട റെജി സാറ്, പ്രസിഡൻറ്റ് വർഗീസ് ചേട്ടൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സംഘടനാ കമ്പനി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഈ ഒരു മികച്ച നേട്ടത്തിലേക്ക് എത്താൻ സഹായിച്ച കമ്പനിയുടെ ജോലിക്കാർ, സ്റ്റാഫുകളുടെ പ്രവർത്തനത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ഒരു വലിയ ഘടകമായി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ ജീവനക്കാരുൾപ്പെടെ എല്ലാവരെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. വൈക്കത്ത് ഉല്ലാസയാത്രയ്ക്കിടെ കായലിൽ വീണ ഗൃഹനാഥൻ മരിച്ചു. ആലുവ സ്വദേശി രഘുവാണ് മരിച്ചത്. മുറിഞ്ഞപ്പുഴ ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. ബന്ധുക്കളുമൊത്ത് കാട്ടിക്കുന്ന് കോക്കനട്ട് മെഡോസിൽ എത്തിയ 8-അംഗ സംഘം മുറിഞ്ഞപുഴയിൽ ഉല്ലാസ ബോട്ട് യാത്ര നടത്തുന്നതിനിടെ മുറിഞ്ഞപുഴ കായലിൽ മൺതിട്ടയുള്ള ഭാഗത്ത് ഇറങ്ങിയ ശേഷം നീന്തുന്നതിനിടെ കയത്തിൽ താഴുകയായിരുന്നു. വൈക്കം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എരുമേലി തെക്ക് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഏകദേശം 20 വർഷക്കാലമായി ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എരുമേലി ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2-ാം നിലയിലെ ചെറിയ മുറിയിലായിരുന്നു. ശുചിമുറി സൗകര്യം പോലുമില്ലാത്ത ഇവിടെ വളരെ അസൗകര്യങ്ങളോടെയാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുൻകൈയെടുത്ത് എരുമേലി PWD റെസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് 10 സെൻറ് സ്ഥലം ലഭ്യമാക്കുകയും 50 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുകയുമായിരുന്നു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലെത്തിയപ്പോഴേക്കും വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ച ഭൂമി ദേവസ്വം വകയാണെന്നും ഇവിടെ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഹർജിയെ തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ ഭൂമിയുടെ രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി റവന്യൂ ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. തുടർന്ന് സർവേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തി പണി പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തിനായി റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ഒക്ടോബർ 10-ന് അവസാനിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉദ്ഘാടനത്തിനായി എത്തിച്ചേരാമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തീർത്ഥാടന ഏകോപന ചുമതല കൂടിയുള്ള എരുമേലി തെക്ക് വില്ലേജ് ഓഫീസിൻ്റെ പുതിയ സ്മാർട്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ദൃശ്യ ന്യൂസ്, എരുമേലി. ഇടുക്കി ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ അംഗനവാടി കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ വികസന സമിതി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂൾ കെട്ടിടങ്ങളോട് ചേർന്ന വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിൽ 45 സ്കൂൾ കെട്ടിടങ്ങളിൽ ചെറിയ രീതിയിൽ കേടുപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 25 കെട്ടിടങ്ങൾക്ക് ഭാഗികമായ കേടുപാടുകളാണുള്ളത്. അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം നിലച്ച മൂന്നാർ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. ഔഷധ സസ്യങ്ങളുടെ വിപണനത്തിലും കർഷകർക്ക് പിന്തുണ നൽകുന്നതിനുമായി പ്രത്യേക സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. വിദഗ്ധരുടെ സേവനവും ഇതിനായി പ്രയോജനപ്പെടുത്താമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടമലക്കുടി മേഖലയിൽ റോഡ് നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാമെന്ന് A. രാജ MLA നിർദ്ദേശം നൽകി. അടിമാലി മേഖലയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം തടസ്സപ്പെട്ടത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം. കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ലൈഫ് വീടുകളുടെ നിർമ്മാണം മുടങ്ങിയത്. ലൈഫ് വീടുകൾക്ക് മറ്റൊരു അനുമതിയുടെയും ആവശ്യമില്ലെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും MLA പറഞ്ഞു. ജില്ലയിലെ തോട്ടം മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്നതിന് തൊഴിലാളികളെ വാഹനങ്ങളിൽ കുത്തിനിറച്ചു കൊണ്ടുവരുന്നത് വലിയ അപകടത്തിനിടയാക്കുമെന്നും ഇക്കാര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശനമായ പരിശോധന നടത്തണമെന്നും MM മണി MLA നിർദ്ദേശിച്ചു. അതിഥി തൊഴിലാളികൾക്കിടയിലെ ലഹരി ഉപയോഗവും ക്രമസമാധാന പ്രശ്നങ്ങളും നിയന്ത്രിക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
DTPCയുടെ കീഴിലുള്ള ഹോട്ടലുകൾ തുടർന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളോട് ചേർന്ന് സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും കളക്ടർ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, വിവിധ വകുപ്പ് മേധാവികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇലഞ്ഞി പഞ്ചായത്തിലെ മുത്തോലപുരം കവല പാത്തിക്കൽ ട്രാക്ടർ പാസേജിന്റെയും സൈഡ് പ്രൊട്ടക്ഷന്റെയും പുരിയംകുന്ന് താഴം നടപ്പാതയുടെയും നിർമ്മാണ ഉദ്ഘാടനം നടന്നു. തോടിന്റെ മുകളിലൂടെ സ്ലാബിട്ടാണ് പാത്തിക്കൽ മേൽപ്പാലത്തിലൂടെ ട്രാക്ടർ പാസേജ് വരുന്നത്. വർഷങ്ങളായി വഴിയില്ലാതെ കിടന്ന 8ഓളം കുടുംബങ്ങൾക്കും കർഷകർക്കും പദ്ധതി പ്രയോജനപ്പെടും. 86 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയത്. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. പള്ളിക്കാപ്പറമ്പിൽ വർക്കി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് LC ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CT ശശി, ഡോജിൻ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാജി സന്തോഷ്, ജോർജ് ചമ്പമല, സന്തോഷ് കോരപ്പിള്ള, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടോമി K തോമസ്, ജോയി ജോസഫ്, KN സദാനന്ദൻ, മിലൻ V മാത്യു, സിജിമോൻ ജോസഫ്, PM വാസു, പ്രതീഷ് കൂരാപ്പള്ളി, സജിമോൻ വാട്ടപ്പള്ളിൽ, രഞ്ജിത്ത് PV, ആര്യദേവി, CB അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇലഞ്ഞി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ബ്ലോക്കും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയുടെ തുടക്കമാണ്. ഇവിടെ സൂചിപ്പിച്ചു, വളരെ കാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതി. അത് ഒരു ട്രാക്ടർ പാസേജ്, തീർച്ചയായും കൃഷിയുമായും നെൽപ്പാടങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആ പാസേജ് വളരെയധികം കർഷകർ അത് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ പ്രദേശത്തുള്ള സൈഡ് പ്രൊട്ടക്ഷൻ വാളിൻ്റെയും അതിൻ്റെ ഭിത്തിയുടെയും നിർമ്മാണമാണ് നടക്കുന്നത്. ട്രാക്ടർ മാത്രം പോകുന്നൊരു പാസേജ് അല്ല നമ്മുടെ നാട്ടിലെ, അതായത് അതിൻ്റെ ഒരു നിർവചനം അങ്ങനെയാണ്. ഒന്നെങ്കിൽ ഫാം റോഡ് അല്ലെങ്കിൽ ട്രാക്ടർ പാസേജ്, അങ്ങനെയാണ് പറയുക. നമ്മൾ ഒരു തുണ്ട് ഭൂമി പോലും വയൽ നികത്തിയിട്ടില്ല. തോടിൻ്റെ മുകളിൽ കൂടിയാണ് പാലം പണിത് പോകുന്നത്. അത് ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഒരു കുറച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആര്യാദേവി ആ ചേച്ചിയാണ് ഈ ഒരു കാര്യം പറഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന. അവരുടെ ഒരു വലിയൊരു ഇൻപുട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചോദനം ഈ ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഫണ്ട് മേടിച്ചുകൊണ്ട് വരാനൊക്കെ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പള്ളിക്കാപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ അവർ തന്ന വഴി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടത്തിയിരിക്കുന്നത്. നമ്മൾ മിനിസ്റ്ററിൻ്റെ അടുത്തും അതുപോലെ എൻ്റെ അടുത്തും പോയാൽ മാത്രമാണ് നമുക്ക് ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫണ്ട് കിട്ടുകയുള്ളൂ. ആ ഫണ്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് അത് വിനിയോഗിക്കാൻ ചെല്ലുമ്പോൾ അതിന് ബാക്കി വരുന്ന തടസ്സങ്ങൾ, അതിനെ മറികടന്ന് നമുക്ക് ആ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി എന്തോരം നമ്മൾ ഓരോ പേപ്പർ നീക്കുമ്പോഴും ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ പദ്ധതി നടപ്പാക്കുന്നത്. അത് നമുക്ക് ഓരോ പദ്ധതി നടപ്പിലാക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ പേപ്പർ ശരിയാക്കി അടുത്ത പേപ്പർ വരുമ്പോഴാണ് ഓരോ തടസ്സങ്ങൾ വരുന്നത്. ഒത്തിരി പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച ഒരു ഡിവിഷൻ മെമ്പറാണ് നമ്മുടെ ക്ഷേമകാര്യ സൈന്യങ്ങളുടെ ചെയർമാൻ ശ്രീ ഡോജിൻ ജോൺ. ഞങ്ങളുടെ 10-20 വർഷക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ വഴി. 8-10 കുടുംബങ്ങളുണ്ട്, വികലാംഗരുണ്ട്, വൃദ്ധരായവരുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇതൊരു നല്ലൊരു വഴിയായിട്ട് തരണമെന്നാണ്. കുറിച്ചി സജീവോത്തമപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് 4 കോടി രൂപ ഉൾപ്പെടെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് 8.67 കോടിയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി ജോബ് മൈക്കിൾ MLA പറഞ്ഞു. സജീവോത്തമപുരം ആശുപത്രിക്ക് ആദ്യഘട്ടമായി 1.09 കോടി രൂപ അനുവദിച്ചു. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, പ്രസവ വാർഡ്, നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, കൂട്ടിരിപ്പുകാർക്കുള്ള കാത്തിരിപ്പ് മുറി എന്നീ സൗകര്യങ്ങൾ ഉണ്ടാകും. കിടത്തി ചികിത്സയ്ക്കായി 52 കിടക്കകളും സജ്ജീകരിക്കും. പെരുന്ന അർബൻ PHCക്കും മാടപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിനും 1.43 കോടി രൂപ വീതവും, മാടപ്പള്ളി ഏലംകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പാലമറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും 55 ലക്ഷം രൂപ വീതവും, തൃക്കൊടിത്താനം ചക്രാത്തിക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പായിപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും 27.75 ലക്ഷം രൂപ വീതവും,
ലായിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് 15.72 ലക്ഷവുമാണ് അനുവദിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് സജീവത്വത്തിന് വേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി 5 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം 4 കോടി രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യ ഗഡുവായി 109 ലക്ഷം രൂപ അനുവദിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ആകമാന ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഇപ്പം കിട്ടിയിരിക്കുന്ന 8 കോടി 67 ലക്ഷം രൂപയാണ്. കൂടാതെ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ സ്ഥാപനം ലഭിച്ച തുക ചുവടെ ചേർക്കുന്നു. UPHC പെരുന്നയ്ക്ക് 1 കോടി 43 ലക്ഷം രൂപ. അതിൻ്റെ അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ UPHC 1 കോടി 43 ലക്ഷം രൂപ. അതോടൊപ്പം തന്നെ ഫാമിലി വെൽഫെയർ സെൻറ്റർ FWC മെയിൻ സെൻറ്ററിന് മാടപ്പള്ളിക്ക് അതിന് 1 കോടി 43 ലക്ഷം രൂപ കിട്ടി. അവിടെ ആകമാനം എല്ലാം പരിഷ്കരിക്കും. എല്ലാ രീതിയിലുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള സംവിധാനം. പിന്നുള്ളത് മാടപ്പള്ളി തന്നെ ഏലംകുന്നത്ത് 55 ലക്ഷം രൂപ. ഏലംകുന്ന് 55 ലക്ഷം രൂപ. അതെ, അതിൻ്റെ ബാലൻസാണ് 55 ലക്ഷം രൂപ. പിന്നുള്ളത് FWC മാടപ്പള്ളി പാലമറ്റത്തിന് 55 ലക്ഷം രൂപ. കുറിച്ചിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. CHC കുറിച്ച് സജീവത്വപുരം 400 ലക്ഷം രൂപ. അതോടൊപ്പം തന്നെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ തൃക്കൊടുത്താണ് ചക്രാത്തിക്കുന്ന് 27,75,000 രൂപ. സെക്കൻഡ് ഫേസ്. അതോടൊപ്പം തന്നെ പായിപ്പാട് പഞ്ചായത്തിലെ ലായിക്കാട് PH സെൻറ്ററിന് 2ാം ഘട്ടമായി 15,72,000 രൂപ. അതോടൊപ്പം തന്നെ പായിപ്പാട് ഫാമിലി ഹെൽത്ത് സെൻറ്ററിന് 27,70,000 രൂപ 2ാം ഘട്ടം. കഥകളിയിൽ പെൺ സാന്നിധ്യമായി സഹോദരിമാർ ഉൾപ്പെടെ 3 പേരുടെ അരങ്ങേറ്റം കഥകളി ആസ്വാദകരുടെ മനം നിറച്ചു. പുതുപ്പള്ളി എരമല്ലൂർ സ്വദേശി കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെ ശിഷ്യരായ ശ്രീരഞ്ജിനി, ഡോക്ടർ ശ്രീരേഖ, ആംത പ്രകാശ് എന്നിവരാണ് കഥകളിയിൽ സ്ത്രീപക്ഷ ചിന്തകൾക്ക് നിറം പകർന്ന് അരങ്ങിലെത്തിയത്. ഇവർക്കൊപ്പം നിറഞ്ഞാടാൻ കലാമണ്ഡലത്തിലെ കഥകളി വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയയും ഒപ്പമുണ്ടായിരുന്നു. ചുട്ടികുത്തി ഉടുത്തുകെട്ടി വേദിയിലെത്തി കഥകളി പദങ്ങൾക്കൊപ്പം നിറഞ്ഞാടിയപ്പോൾ ആദ്യമായി അരങ്ങിലെത്തിയതിന്റെ പരിഭ്രമം ശ്രീരഞ്ജിനിക്കും ഡോക്ടർ ശ്രീരേഖയ്ക്കും ആംതയ്ക്കും ഉണ്ടായിരുന്നില്ല. പിന്തുണയുമായി കലാമണ്ഡലത്തിലെ +2 കഥകളി വിദ്യാർത്ഥിനി കായംകുളം സ്വദേശി കൃഷ്ണപ്രിയ ഒരു വശത്തുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപമാണ് മൂവരുടെയും അരങ്ങേറ്റത്തിന് വേദിയായത്. ദേവജ മാസിക ചീഫ് എഡിറ്റർ പ്രൊഫസർ നെടുകുന്നം രഘുദേവ് ആട്ടവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം ആരംഭിച്ചത്. ശ്രീരഞ്ജിനിയും ശ്രീരേഖയും സഹോദരിമാരാണ്. കവിയും കഥാകാരനും ഗാനരചയിതാവുമായ കടപ്പൂര് മേമുറി ശ്രീനിവാസന്റെയും അജി ശ്രീനിവാസന്റെയും മക്കളാണ് ഇരുവരും. കോതമംഗലം ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ശ്രീരഞ്ജിനി അടുത്തിടെ ജോലി രാജിവെച്ച് സൈക്കോളജിയിൽ ഗവേഷണം നടത്തുകയാണ്. ഡോക്ടർ ശ്രീരേഖ കഞ്ഞിക്കുഴിയിൽ ആയുർവേദ ഡോക്ടറാണ്. പാക്കിൽ സ്വദേശി പ്രശാന്തിന്റെയും അനോജയുടെയും മകളായ ആംദ കോട്ടയം MD സെമിനാരി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. മഞ്ജൂതര കുഞ്ച
പുതുപ്പള്ളി എരമല്ലൂർ സ്വദേശി കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെ ശിഷ്യരാണ് മൂവരും. വളരെ ഒരു 3 വർഷത്തോളം ഇവർ കഥകളിയുടെ രംഗത്ത് വളരെ അതികഠിനമായി തന്നെ പരിശ്രമിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 വർഷത്തിൻ്റെ ശേഷം തന്നെ നമ്മൾ കഥകളിയിൽ അതിൻ്റെ ആധികാരികത അനുസരിച്ച് തന്നെ എങ്ങനെ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആധികാരികത അനുസരിച്ച് തന്നെ നമ്മൾ അവരുടെ പുറപ്പാട് വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു. അവർ കലാമണ്ഡലത്തിൻ്റെയും കഥകളിയുടെയും മാത്രമല്ല തെക്കൻ ചിട്ട മാത്രമല്ല തുടർന്നും അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും കഥകളിയിൽ സ്ത്രീകൾക്ക് വളരെ വളരെ ശക്തിയോടുകൂടി തന്നെ അവരതിൽ ശോഭിക്കാനും കഴിയട്ടെ. മഹത്തായ ഇതിഹാസങ്ങളെ അവതരിപ്പിക്കുക മാത്രമല്ല, ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളുടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെയും കൂടി കഥകൾ പറയുന്നതാണ് ഈ അരങ്ങേറ്റമെന്ന് ശ്രീരഞ്ജിനി പറഞ്ഞു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ വൈദഗ്ധ്യം പുലർത്തുന്ന ശ്രീരഞ്ജിനിയും ശ്രീരേഖയും സ്വയം ചിട്ടപ്പെടുത്തി നൃത്തരൂപങ്ങൾ വേദികളിൽ അവതരിപ്പിക്കാറുണ്ട്. പുരുഷ കവിതത്തോടൊപ്പം സ്ത്രീത്വത്തിൻ്റെ സൗന്ദര്യത്തെയും കഥകളി സ്വാഗതം ചെയ്യുമ്പോൾ നിരവധി പെൺകുട്ടികൾ ഈ കലാരൂപം പഠിക്കുവാൻ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വൈവിധ്യപൂർണമായ മത്സരങ്ങളുമായി ദേവമാതാ കോളേജിൽ വർണ്ണാഭമായ ഫെസ്റ്റ് നടത്തി. ദേവമാതാ കോളേജിലെ 11 പഠന വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ 26 വിവിധങ്ങളായ മത്സരങ്ങളാണ് ഒരുക്കിയത്. കല, സാഹിത്യം, വൈജ്ഞാനികത, ബൗദ്ധികശേഷി, വിനിമയ സാധ്യതകൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ കഴിവുകൾ തെളിയിക്കുന്ന ഫെസ്റ്റാണ് സംഘടിപ്പിച്ചത്. 29 സ്കൂളുകളിൽ നിന്നായി 549 മത്സരാർത്ഥികൾ പങ്കെടുത്തു. പാല ചാവറ പബ്ലിക് സ്കൂൾ വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. വിജയികൾക്ക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ, ബർസാർ ഫാദർ ജോസഫ് മണിയഞ്ചിറ എന്നിവർ ട്രോഫി സമ്മാനിച്ചു. കുറവിലങ്ങാട് സെന്റ് മേരീസ് HSS 2ാം സ്ഥാനം നേടി റണ്ണേഴ്സ് അപ്പ് ട്രോഫി ജേതാക്കളായി. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗമെന്ന് പേരുകേട്ട വെച്ചൂർ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രം വൈക്കത്ത് ആരംഭിക്കുന്നു. 7 വർഷമായി ആറാട്ടുകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആംറോ ഡയറീസ് എന്ന ഗീർ പശു ഫാമിന്റെ പുതിയ സംരംഭമായാണ് വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇവയുടെ സംരക്ഷണം, പ്രജനനം, ഉൽപ്പന്നങ്ങളുടെ വിതരണം, ഗവേഷണം തുടങ്ങിയവയെല്ലാം ഈ കേന്ദ്രത്തിൽ നടക്കും. ഇതിനാവശ്യമായ സുസജ്ജമായ ലബോറട്ടറി സൗകര്യങ്ങളും ഫാമിലുണ്ട്. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നവ സംരംഭകർക്കും മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെന്റ് പരിശീലനങ്ങളും നൽകുന്നതിനായി ആംറോ സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിനും ഇതോടൊപ്പം തുടക്കം കുറിക്കും. ആംറോ ഡയറീസിന്റെ 300ഓളം ഗീർ പശുക്കളുള്ള അഗ്രി ടൂറിസം ഫാം ഇലഞ്ഞിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാല്, നെയ്യ്, യോഗർട്ട് തുടങ്ങിയവ വിപണിയിൽ ലഭ്യമാണ്. ആംറോ ഡയറീസ് വെച്ചൂർ പശു കൺസർവേഷൻ സെന്ററിന്റെയും ആംറോ സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം 30-ന് രാവിലെ 8:30-ന് മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ആറാട്ടുകുളങ്ങരയിലെ ഫാം സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ CK ആശ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R രാജീവ്, ആംറോ ഡയറീസ് ചെയർമാൻ മുരളീധരൻ നായർ, CEO സീന മുരളീധരൻ, ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജയദേവൻ നമ്പൂതിരി, മാനേജർ അജിത് ഭാസ്കരൻ നായർ എന്നിവർ പ്രസംഗിക്കും. ഒരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച്. അല്ലാതെ ഇവിടെ ഫൈനാൻഷ്യൽ ഗെയിൻസ് ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. സോ ദിസ് എ പാഷൻ വിച്ച് ഐ ഹാവ് ഫോർ മെനി അതർ തിങ്സ്. സോ ദിസ് ഇസ് നോട്ട് ദി ഓൺലി company that I have. I have 3 other companies which are into logistics. Then I have an aviation company in US, apart from logistic company all over the world. So അതുകൊണ്ട് പൈസ നോക്കാതെ ഞാൻ ചെയ്യുന്നൊരു സംരംഭമാണ്. അതുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ് നമ്മുടെ ഫാമേഴ്സിന് കിട്ടണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൂടാതെ എല്ലാവർക്കും ഒരു പശുവിനെ നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് വേണ്ടി തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി ഏറ്റവും നല്ല പശുക്കളും കാളകളും വാങ്ങിച്ച്, അതുകൂടാതെ എംബ്രിയോ ഉണ്ടാക്കി കർഷകർക്ക് കൊടുക്കുക, അവർക്കത് ലാഭകരമാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുമാത്രമല്ല, വെച്ചൂർ പശുവിന് അറിയാമല്ലോ 2-3 ലിറ്റർ കിട്ടുന്നുള്ളൂ. അപ്പോൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ 5-6 ലിറ്റർ കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റും നമുക്ക്.
അതുകൂടാതെ ഞങ്ങളുടെ ഒരു പുതിയൊരു പാല് AU പ്യൂർ എന്ന് പറഞ്ഞൊരു പാലും ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് 30-ാം തീയതിയാണ് ഞങ്ങൾ മന്ത്രി ശ്രീ ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. ഫാമിൽ എലഞ്ഞിയിൽ വരുന്ന പുതിയ ഫാമിൽ ഫാം ടൂറിസം കൂടെ കൊണ്ടുവരാനുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ പിള്ളേർക്കും അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പിന്നെ വിസിറ്റിംഗ് ദാറ്റ് ഈസ് വെറ്റിനറി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും പ്രാക്ടിക്കൽ നോളജും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റീസും ഞങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇറ്റ് ഈസ് ഓൾസോ റെസിഡൻഷ്യൽ ഏരിയ, ദാറ്റ് ഈസ് ആൾക്കാർക്ക് വന്ന് താമസിച്ച് അവർക്കെല്ലാം കണ്ട് പഠിക്കാനും വിസിറ്റ് ചെയ്യാനുമുള്ളൊരു കേന്ദ്രമാക്കിയാണ് ഞങ്ങളിത് മാറ്റുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ പുതിയ ബ്രാൻഡായ പ്യൂർ, ദാറ്റ് ഈസ് നമ്മുടെ റെഗുലർ മിൽക്ക് പൗച്ച് പാക്കേജിങ്ങിൽ ഞങ്ങളിപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിനും നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ, ദാറ്റ് ഇസ് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ലോഞ്ച്, അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ആംബ്രോ കൺസർവേഷൻ സെൻറ്റർ ഫോർ വെച്ചൂർ കൗ. സോ ഇത് ഈ 3 സംരംഭങ്ങളും ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 30-ാം തീയതി, സെപ്റ്റംബർ 30-ാം തീയതി ശ്രീ ജോർജ് കുര്യൻ, നമ്മുടെ ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് ഫിഷറീസ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് വരുന്നതായിരിക്കും. നമുക്ക് വർദ്ധിച്ച ആവശ്യങ്ങളുമുണ്ട്, അതനുസരിച്ച് നമുക്ക് പാല് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ജനിതക മേന്മ കൂട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് കുറവാണ്, അത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായി സാറ് പറഞ്ഞ പോലെയുള്ള നമ്മുടെ IVF, PAT ആയിട്ടുള്ള നമ്മുടെ എല്ലാ നവീന സങ്കേതങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ജനിതകമേന്മ കൂട്ടിയാൽ മാത്രം പോരാ, കർഷകരെ അത് എത്ര നല്ല രീതിയിൽ അതിനെ വളർത്തണം എന്നുള്ളതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് അതിന് കൊടുക്കണം. അതിൻ്റെ ഒരു അഭാവം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കർഷകരെ ഇതിലേക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. നമുക്കറിയാം, ഇന്ന് ഈ ചെറുകിട പാലുൽപാദകർ അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 10 വരെയുള്ള അതിനേക്കാൾ കൂടുതൽ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി നിക്ഷേപകർ, സംരംഭകർ നമ്മുടെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അവരെ കൈപിടിച്ച് ഉയർത്തി ഈ ഫീൽഡിലേക്ക് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതിൽ മുൻനിർത്തിയാണ് ആംബ്രോ സെൻറ്റർ ഫോർ ഡയറി എക്സലൻസ് എന്നുള്ള സ്ഥാപനം നമ്മൾ. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടക്കമിട്ട ഉയരമുള്ള വിളക്കുകൾ പ്രകാശിക്കട്ടെ, ഗ്രാമങ്ങൾ പ്രകാശപൂരിതമാകട്ടെ പദ്ധതി എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ച ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുമനങ്ങാട്ട്, സിനി ജോയ്, ആശാ റോയ്, ജെയിംസ് ജീരകത്ത്, യമുന പ്രസാദ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ VA അബ്ദുൾ കരീം, തോമാച്ചൻ പാലക്കുടിയിൽ, സണ്ണി പാലയ്ക്കൽ, KR ഗോപാലകൃഷ്ണൻ, വിൽസൺ പതിപ്പള്ളിൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JC എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ പൈക ആശുപത്രി കോമ്പൗണ്ട്, പൈക തിയേറ്റർ പടി, 7-ാം മൈൽ TK ബ്രേക്ക്, മടുക്കക്കുന്ന് പള്ളി, 5-ാം മൈൽ വഞ്ചിമല കവല, ചെങ്ങളത്ത് പറമ്പ്, ഇല്ലിക്കോൺ, മല്ലികശ്ശേരി പള്ളി ജംഗ്ഷൻ, SNDP ജംഗ്ഷൻ, അമ്പലവയൽ, പനച്ചിക്കൽ പീടിക, പാമ്പോലി സെർണറ്ററി ഹോം എന്നിവിടങ്ങളിലാണ് വിളക്കുകൾ സ്ഥാപിക്കുന്നത്. പഞ്ചായത്തിലെ 1, 2, 3, 15, 16 വാർഡുകളിലായി 14 മിനി മാസ്റ്റ് ലൈറ്റുകൾക്ക് പുറമെയാണ് 16 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ എലിക്കുളം പഞ്ചായത്തിലെ 1, 2, 3, 15, 16 5 വാർഡുകളിലായിട്ട് 30 മിനിമാസ് ലൈറ്റുകളാണ് നമുക്ക് ഇതിനോടകം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 2024 സ്ഥാപിച്ച 14 ലൈറ്റുകൾക്ക് പുറമെ ഇപ്പോൾ 16 പുതിയ മിനിമാസ് ലൈറ്റുകൾ കൂടിയാണ് ഈ 5 വാർഡുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്ന് മുതൽ ശനിയാഴ്ച വരെ 3 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. എലിക്കുളം പഞ്ചായത്തിൻ്റെ 5 വാർഡുകളിലായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ ഈ പഞ്ചായത്ത് പ്രദേശത്തെ 5 വാർഡുകളിലായിട്ട് എത്തിക്കുവാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുടനീളം 14 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എല്ലാ പഞ്ചായത്തുകളുമായിട്ട് നടത്തുവാൻ സാധിക്കുകയാണ്. എലിക്കുളം പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്രസിഡന്റ് ജിമ്മീശ്വരും പഞ്ചായത്ത് ഭരണസമിതിയും ഈ കാര്യത്തിൽ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തു. പഞ്ചായത്ത് പണം മുടക്കിയില്ല ഇതുവരെ, പക്ഷേ ഇനിയുള്ള കറണ്ട് ചാർജ് പഞ്ചായത്താണ് അടയ്ക്കേണ്ടത്. ഈ ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 3 വർഷത്തേക്കുള്ള ഗ്യാരണ്ടി എടുക്കുക.
എലിക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ലൈറ്റുകളും ഇന്നും തെളിയുന്നുണ്ട്. സാധാരണ ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ആളുകൾ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞത് ലൈറ്റ് തെളിക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചുപോകും, പിന്നെ അതിന് ഫോളോ അപ്പ് ഇല്ല. ഞാൻ എല്ലാ പ്രദേശങ്ങളിലും ഇത് കൃത്യമായി ഇത് മെയിൻ്റെനൻസ് നടക്കണം എന്നുള്ള താല്പര്യത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിവിടെയും ഈ 16 ലൈറ്റുകളുടെ പ്രദേശത്തേക്കൂടെ വാട്സപ്പ് കൂട്ടായ്മ വ്യാപിപ്പിക്കും. കേരള കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് മുൻ ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന ഇ ജോൺ ജേക്കബിന്റെ 47ാം ചരമവാർഷികം ആചരിച്ചു. നിരണം വലിയ പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളിൽ പതറാതെ മുന്നിൽ നിന്ന് പോരാടിയ ധീരനായ കർഷക നേതാവായിരുന്നു ഇ ജോൺ ജേക്കബ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു പുളിമ്പള്ളി അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഷിബു പുതുക്കേരി, സാം ഈപ്പൻ, സംസ്ഥാന സെക്രട്ടറി സക്കറിയ കരിവേലി, വി ആർ രാജേഷ്, ബിനു കുരുവിള, ജോ ഇലഞ്ഞിമൂട്ടിൽ, ടോണി കുര്യൻ, എബി വർഗീസ്, ജിബിൻ സക്കറിയ, ബാബു പുതുപ്പള്ളി, ഐപ്പ് ചക്കിട്ട, ബിന്ദു ജെ വൈക്കത്തുശ്ശേരി, സൂസമ്മ പൗലോസ്, ഫിലിപ്പ് ജോർജ്, അജു ഉമ്മൻ, അനിൽ കയ്യാലാത്ത്, ജിജു വൈക്കത്തുശ്ശേരി, ഷാനു മാത്യു, ജോയി പരിയാരത്ത്, ജോസ് പി ദാനിയേൽ, ബിജു പുത്തൻപുരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. അവരുടെ ആനുകൂല്യങ്ങള് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പ്രവർത്തനം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം നിലകൊണ്ടിരുന്നത്. മുൻ കോട്ടയം DCC പ്രസിഡന്റ് തെക്കേടത്ത് TR രാമൻപിള്ളയുടെ 17ാമത് അനുസ്മരണ സമ്മേളനം നടന്നു. കടുത്തുരുത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകമംഗളത്തിലായി ഘട്ടങ്ങളിലെല്ലാം വഴികാട്ടികളായി നിന്ന പ്രകാശഗോപുരങ്ങളായി നിൽക്കുന്ന നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായി. നമ്മൾ അഭിമാനത്തോടു കൂടി ആ മൂവർണ്ണക്കൊടിയുടെ താഴെ നിൽക്കുമ്പോൾ അഭിമാനബോധത്തോടു കൂടി നമ്മുടെ പൈതൃകത്തെ കുറിച്ച് ആവേശം കൊണ്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. മഹത്തായ മഹിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ കൊടികീഴിലാണ് നിൽക്കുന്നതെന്നുള്ള എനിക്ക് ആ സ്പിരിറ്റും ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ വർണ്ണാഭമായ ആവേശോജ്വലമായ ഒരു വലിയ ചരിത്രത്തിന്റെ പിന്മുറക്കാരനാണ് ഞാൻ എന്നുള്ള അഭിമാനബോധമാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എന്റെ മനസ്സിലുള്ളത്. ആ ശ്രേണിയിൽ ആ പൈതൃകത്തിന്റെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പൈതൃകത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു രാഹുൽ സാർ. സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു നുള്ളു പോലും, ഒരു കറുത്ത പാൽ പോലും വീഴ്ത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തി, എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, വാത്സല്യം കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്ത്, ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെ നേതൃത്വം കൊടുക്കണം എന്ന് തന്റെ സ്വഭാവത്തിലൂടെ സമീപനത്തിലൂടെ മാതൃകയായി ആളാൻ രാമപിള്ള സാർ ഇനി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കും. മികച്ച അഭിഭാഷകനായി അദ്ദേഹം അഭിഭാഷകനായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മികച്ച അഭിഭാഷകൻ കൂടിയാണ്. ഈ നാട് ഇങ്ങനെ ഒരാൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്നു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരാൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അഭിമാനത്തോടെ നമ്മുടെ നാട്ടുകാരനായിരുന്നു രാമപിള്ള സാർ എന്ന അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജോയ്സ് മണലേൽ സ്വാഗതം പറഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ജോസഫ് TRന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. മുൻ മന്ത്രി KC ജോസഫ്, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ടോമി കല്ലാനി, ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, KPCC മെമ്പർ അഡ്വക്കേറ്റ് T ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി പ്രാലടി തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണങ്ങാനം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റം വാർഡിൽ ജലറാണി കുടിവെള്ള പദ്ധതിക്ക് പുതിയ ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം ആരംഭിച്ചു. വേഴാങ്ങാനം പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർ സുധാ ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. 15 ലക്ഷം രൂപയാണ് ടാങ്ക് നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത്. 70ഓളം കുടുംബങ്ങളാണ് ജലറാണി
കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള ടാങ്കിന് ഉയരമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പല വീടുകളിലും വെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുതിയ ടാങ്ക് വരുന്നതോടുകൂടി ഇതിന് പരിഹാരമാവുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് കണക്ഷൻ നൽകുവാനും സാധിക്കും. പള്ളി വികാരി ഫാദർ ജോസഫ് പരിയപ്പനാൽ, പദ്ധതി പ്രസിഡന്റ് VV വിജയൻ, സെക്രട്ടറി ആലീസ് മൈക്കിൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജലനിധി ഭാരവാഹികൾ, പള്ളി ട്രസ്റ്റിമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പള്ളിയുടെ സ്ഥലം 1 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടു നൽകുവാൻ വേണ്ടി പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതിന് തയ്യാറായി അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഭൂമി പള്ളിയുടെ ഭൂമി സൗജന്യമായിട്ട് നൽകുവാൻ വേണ്ടി തയ്യാറായി കടന്നു വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ പിന്തുണ നൽകിയ മുൻ വികാരിയച്ഛൻ പ്രിയപ്പെട്ട കാവുങ്കലച്ഛനെയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അത് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു ടാങ്ക് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമുക്കറിയാം ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ പള്ളി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ സമീപിച്ചപ്പോൾ ആദ്യം മുതൽ ഇതിൻ്റെ ഭാരവാഹികളും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സുധയും ഒക്കെ പറഞ്ഞ് പള്ളിയുടെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടു. അതേറെ സന്തോഷം ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.